ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിൽ ദളപതി വിജയ് സാറ് ഇലക്ഷനിൽ നിന്ന് ജയിച്ച് മുഖ്യമന്ത്രിയല്ലേ. അത് കണക്ക് നമ്മുടെ നാട്ടിലുണ്ട് ഒരാള് ഇലക്ഷനിൽ നിന്ന് ഒരു സിനിമയുടെ നമുക്കും ഉണ്ട്. ഇലക്ഷനിൽ നിന്ന് ജയിച്ച് മുഖ്യമന്ത്രിയാൻ എളുപ്പമുള്ള ഒരാൾ നമുക്കും ഉണ്ട്. നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്ക. ഞാൻ അതിലേക്ക് വരാം. അതായത് തമിഴ്നാട്ടിലെ നടന്മാര് ചെയ്യുന്നതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു നടൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് മമ്മൂക്ക. കാരണം പക്ഷെ മമ്മൂക്ക ചെയ്യുന്നത് ആരും അറിയുന്നില്ല. കാര്യം അറിയുന്നത് അദ്ദേഹം ആരെ അറിയിക്കുന്നില്ല. അദ്ദേഹത്തിന് അതിനോട് താല്പര്യമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്ന ആരും അറിയാത്തത്. പക്ഷെ സുരക്ഷയൊക്കെ ചെയ്യുന്ന എല്ലാവരും അറിയുന്നുണ്ട്. പക്ഷെ സുരക്ഷ എല്ലാവരും അറിയിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് സുരക്ഷ വലിയ സംഭവം എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് നടക്കുന്നത്. പക്ഷെ സുരക്ഷയൊക്കെ ഒന്നുമല്ല മമ്മൂക്കയുടെ മുന്നിൽ. അത് മമ്മൂക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സഹായിക്കുന്നത്. അപ്പം മമ്മൂക്ക ഇലക്ഷനിൽ നിന്ന് ഒരു രാഷ്ട്രീയം ഉണ്ടാക്കിയെടുത്ത് ആ വിജയ് ചെയ്ത രാഷ്ട്രീയം ഉള്ള ഒരു പാർട്ടി രൂപീകരിപ്പിച്ചിട്ട് അതിൽ നേതാവ് നിന്ന് പൊരുതി ജയിച്ച് മുഖ്യമന്ത്രിയെ ഹെൽപ്പർ ആള് മമ്മൂക്ക തന്നെയാണ് മലയാളത്തിൽ. ഇപ്പൊ എല്ലാവർക്കും ലാലേട്ടനുണ്ട്. ലാലേട്ടന് ഫാൻസ് കൂടുണ്ട്, ഓക്കെ, പവർ കൂടുണ്ട്. പക്ഷെ എല്ലാം കൊണ്ട് അർഹതപ്പെട്ട മമ്മൂക്ക തന്നെയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് മമ്മൂക്ക തന്നെയായിരിക്കും. കാര്യം മമ്മൂക്കയാണ് സത്യത്തിൽ മലയാള സിനിമ ജനനായകൻ. കാരണം അദ്ദേഹം ചെയ്യുന്നിടത്തൊരു സഹായം ഒരു നടന്മാരും മലയാളത്തിൽ ചെയ്തിട്ടില്ല, ചെയ്യാനും പോകുന്നില്ല. നിങ്ങൾ തന്നെ ഓർത്ത് ഇപ്പൊ വിജയ്, സൂര്യ ഇവരൊക്കെ എന്ത് സഹായങ്ങളാണ് ചെയ്യുന്നത്. ഇവരൊക്കെ നേരത്തെ പോലെ 10-25 വർഷം മുമ്പേ ചെയ്യാൻ തുടങ്ങിയ സഹായങ്ങൾ. അപ്പം അവർ ഈ സഹായങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് അത് അവരുടെ സിനിമയിലൂടെ അവർ ചെയ്യുന്നുണ്ട്, അല്ലാതെയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാര്യം അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ ഇത്ര ഈ നടന്മാരൊക്കെ ഇങ്ങനെ ആരാധിക്കുന്നതും ദൈവത്തെ പോലെ കാണുന്നതും. വിജയ ഇലക്ഷൻ എന്നപ്പോൾ ജയിച്ച് പുല്ലൂർ ജയിച്ചതും ഒക്കെ കാര്യം അത് തന്നെയാണ്. വിജയ്ക്കറിയാം വിജയ് പുല്ലൂർ ജയിക്കുന്നത്. കാരണം അത് കണക്ക് സപ്പോർട്ടുണ്ട് ജനങ്ങളിൽ നിന്ന്. അവരങ്ങനെ സഹായിക്കുന്നുണ്ട് നല്ല മനസ്സോടെ. അവർ സിനിമയിലൂടെ അവർ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ ഇങ്ങനെ ഇവര് ചെയ്യുന്നതിനൊക്കെയുള്ള ഇങ്ങനെ പാവങ്ങളെ സപ്പോർട്ട് ചെയ്ത് പാവങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനും പോകുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ എപ്പോഴും ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞ് എപ്പോഴും വേർതിരിവ് കുത്തിത്തിരിപ്പിക്കുന്നത്. പാവങ്ങളെ ഇതൊന്നും ആരും കാണാറില്ല മലയാളത്തിൽ. പാവങ്ങളെ ഈ രജനീകാന്തും വിജയൊക്കെ ചെയ്യുന്നുണ്ട്, പാവങ്ങളെ സപ്പോർട്ട് ചെയ്തുള്ള പടമൊന്നും മലയാളത്തിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് മലയാളികൾക്ക് ഈ ഇവരെ പോലുള്ള ഒരു താരാധന മലയാളത്തിൽ വരാത്തത്. ആരാധന ഉണ്ടായാലും ഇവരെ പോലെ വരാത്തത്. നമുക്കും ഉണ്ടൊരു വിജയുടെ, അതായത് നമ്മുടെ മമ്മൂക്ക ചെയ്യുന്ന വലങ്കൈ കൊടുക്കുക ഇടങ്കൈ അറിയുന്ന പറഞ്ഞ മമ്മൂക്ക ചെയ്യുന്നത്. കാരണം മമ്മൂക്ക കൊടുക്കുന്ന കാര്യം ആരും അറിയിക്കാറില്ല. എങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ അറിഞ്ഞ് പബ്ലിക് ആക്കുന്നതാണ്. അദ്ദേഹം ഒത്തിരി പേര് അദ്ദേഹത്തെ സുഹൃത്തുക്കളെ അല്ലാത്തവരെ എല്ലാവരും സഹായിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ചാരിറ്റികളുണ്ട്, ഇഷ്ടംപോലെ ചാരിറ്റികളുണ്ട്. കേരള ഷെയർ എന്ന് പറയുന്ന ചാരിറ്റികളുണ്ട്. ഇതെല്ലാം വഴി അദ്ദേഹം സഹായിക്കുന്നുണ്ട്. ശസ്ത്രക്രിയ നടത്തി കൊടുക്കുന്നുണ്ട്, കൃത്രിമ കാല് വെച്ച് കൊടുക്കുന്നുണ്ട്, എല്ലാ രീതിയിലും സഹായിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആരും അറിയുന്നില്ല, അറിയിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ജനനായകൻ എന്ന് പറയാൻ കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അല്ല വെറൊരു സിനിമാ നടൻ മാത്രമല്ല അദ്ദേഹം. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആരും അറിയാത്തതുകൊണ്ടാണ്. അദ്ദേഹം ഭയങ്കര തണ്ടെടുപ്പാണ്, അദ്ദേഹം ഭയങ്കര ജാടയാണ്, അതാണ് ഇതാണെന്ന് എല്ലാവരും പറഞ്ഞു കിടക്കുന്നത്. പക്ഷെ ഇതാരും കാണുന്നുമില്ല. അദ്ദേഹം എന്നൊക്കെ ആരൊക്കെ അദ്ദേഹത്തെ കുറ്റം പറയില്ല, അദ്ദേഹം ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും അദ്ദേഹം ആരും അറിയിക്കുന്നില്ല. അതാണ് അദ്ദേഹത്തെ നല്ല മനസ്സ്. അപ്പൊ അദ്ദേഹം ഒരു ഇലക്ഷനിൽ നിന്ന് ഒരു പാർട്ടി രൂപീകരിച്ച് ഇതിനൊക്കെ വിജയ പോലെ ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മുഖ്യമന്ത്രിയാവും. പക്ഷെ എന്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഇതിനൊക്കെ പാർട്ടി രൂപീകരിച്ച് ഒരു തലപ്പത്തിൽ നിന്ന് മുഖ്യമന്ത്രി ആണെന്ന് എന്റെ ഒരു ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹം എങ്ങനെയാണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. ഇത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തമിഴന്മാർ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇവിടുത്തെ നമുക്കേ ഉള്ളൂ. നിങ്ങൾ തന്നെ ഓർത്ത് നമ്മുടെ മലയാളത്തെ കാണാന്മാര് ആരെടുത്തോലും എല്ലാവരും സിനിമ ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആരും പാവങ്ങളെ സഹായിക്കുവോ, പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുവോ, ഈ വിജയൊക്കെ സൂര്യൊക്കെ ചെയ്യുന്ന പോലെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക ഒന്നുമില്ല. അത് മമ്മൂക്ക മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ അതാരും അറിയുന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയാൻ താല്പര്യമില്ല. വേറെ ഒരു നടന്മാരും ചെയ്യുന്നില്ല. അവരുടെ കാര്യങ്ങൾ നോക്കുക, അവരുടെ വീട്ടുകാര്യങ്ങൾ നോക്കുക, അവരുടെ ചുറ്റുവട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക, അതാണ് ബന്ധുക്കാരുടെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ. അവർ ഈ പാവങ്ങളുടെ പട്ടിണിയും ഇതൊന്നും നോക്കുന്നില്ല. വാച പിടിക്കാതെ ചുമ്മാ പ്രവളാന്ന് പറയും. അല്ല ആരെ ഏറ്റെടുക്കുക, ആർക്ക് വേണ്ടി ഈ വിജയൊക്കെ ചെയ്യുന്നൊന്നും ചെയ്യത്തില്ല. അതാണ് നമ്മുടെ ഇവിടുത്തെ നടന്മാരുടെ കുഴപ്പം. പക്ഷെ അത് മമ്മൂക്ക കറക്റ്റ് ആയിട്ട് എല്ലാം ഫോളോ ചെയ്ത് എല്ലാവരും ചെയ്യുന്നുണ്ട്. വിജയൊക്കെ ചെയ്യുന്ന പോലെ മമ്മൂക്ക ചെയ്യുന്നുണ്ട്. അപ്പൊ മമ്മൂക്ക ആണ് എന്റെ ഒരു അഭിപ്രായത്തിൽ മുഖ്യമന്ത്രിയാണ് ഏറ്റവും യോഗ്യതയായ ഒരാള്. മമ്മൂക്ക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പണ്ട് കോവിഡ് വന്ന സമയത്ത് മൃത്യുഞ്ജയ ഹോമൊക്കെ നടത്തിയത്. ഇങ്ങനെ നമ്മുടെ എറണാകുളത്ത് ഏതൊരു അമ്പലത്തിൽ, ഗുരുവായൂർ ഏതൊരു അമ്പലത്തിൽ. പിന്നെ ഇവിടെ അസുഖം വന്നില്ല. അസുഖം വന്ന സമയത്ത് ചക്രത്തുകാവ് ക്ഷേത്രത്തിലൊക്കെ നേർച്ച കയറുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് മലയാളത്തിലെ ഇതൊക്കെ തമിഴ് നടന്മാർക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ അവരൊക്കെ അവിടെ പ്രാർത്ഥനയും പൂജകളൊക്കെ നടത്തുന്നത്.
മലയാളത്തിൽ ഒരു നടന് വയ്യാഴി വന്നപ്പം ഈ മൃത്യുഹോമം നടത്താനും ഈ ചക്രത്താവിലുള്ള വലിയ അമ്പലത്തിൽ പോയി നേർച്ച ചെയ്യാനും കാര്യം എന്തുകൊണ്ടാണ്? അദ്ദേഹം എല്ലാവർക്കും ഒരു നല്ലവൻ തന്നെയാണ്. അദ്ദേഹം ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ദൈവത്തെ പോലെ ഒത്തിരി പേര് കാണുന്നുണ്ട്. അദ്ദേഹം ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് അവരെല്ലാം ദൈവത്തെ പോലെ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അദ്ദേഹത്തിന് അവരുടെ പ്രാർത്ഥന അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വയ്യാഴി വന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനകളും വന്നത്. ഒരു മലയാളത്തിൽ ഇതുവരെ എന്റെ ഓർമ്മയിൽ നടന്നു വേണ്ടി ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വയ്യാഴി ആർക്കും വരാതിരിക്കട്ടെ, എനിക്കാളും നിങ്ങൾക്കാളും ആർക്കാളും വരാതിരിക്കട്ടെ. അതാണ് എന്റെ ഒരു ആഗ്രഹം. ആർക്കും ഒരു വയ്യാഴി ഉണ്ടാകരുത്, ഒരു അസുഖം ഉണ്ടാകരുത്. അതാണ് എന്റെ ആഗ്രഹം. പക്ഷെ മലയാളത്തിൽ ഒരു നടനും ഇങ്ങനെ ഒരു സംഭവം വന്നപ്പം ഒരു പ്രേക്ഷകരോ അല്ലെ ഒരു താര ആരാധനയുള്ളവരോ ഒന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത് എന്റെ ഓർമ്മയിൽ, ഞാൻ ജനിച്ചിട്ട് ഈ പ്രായം വരെ എന്റെ ഓർമ്മയിൽ മലയാളത്തിൽ നിന്ന് ഒരു നടനെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായത് മമ്മൂക്കയ്ക്ക് വേണ്ടിയായിരിക്കും. അപ്പൊ മമ്മൂക്കയ്ക്ക് വേണ്ടി അല്ല അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തുമാത്രം ഇഷ്ടമുണ്ടായിരുന്നു. ഒരു ആരാധന കൊണ്ടല്ല അവർ പ്രാർത്ഥിക്കുന്നത്, അവരുടെ ദൈവത്തെ പോലെ മമ്മൂക്ക അവർ കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നന്മകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നന്മകൾ ചെയ്യുന്നൊരു നന്മമാർ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ സ്വന്തം മമ്മൂക്ക. അപ്പൊ മമ്മൂക്ക ചെയ്യുന്ന നന്മകളൊക്കെ ആരും അറിയിക്കാൻ അദ്ദേഹം താല്പര്യമില്ല. അതുകൊണ്ടാണ് ആരും അറിയാത്തത്. ഇവിടെ ഓരോരുത്തര് ഉപ്പ് കൊടുത്താലും മുളക് കൊടുത്താലും ഉടനെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും എടുത്തിടും. അത് കൊടുത്തിട്ട് ഫേമസിന് വേണ്ടി 10 പേരെ കാണിക്കാൻ വേണ്ടി ഞാൻ അത് കൊടുത്തിട്ട് കാണിക്കാൻ ഓരോരുത്തർക്ക് എടുത്ത് ഈച്ചും. നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. വലിയ വലിയ സമയങ്ങൾ ചെയ്തിട്ട് നമുക്ക് മൈൻഡ് ചെയ്യാറില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. അതാണ് ആ മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ. ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട്, ഒത്തിരി പേര്. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിനോട് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് ഒരു നടന് വേണ്ടി ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് കാണാം. അപ്പൊ അദ്ദേഹത്തിന്റെ നന്മ കൊണ്ട് അദ്ദേഹം പൂർവ്വ ശക്തിയോടെ തിരിച്ചു വന്നു. അദ്ദേഹം ഇനി നന്മകൾ ചെയ്യാനുണ്ട്. എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ച് മലയാളത്തിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയെടുത്ത് അതിന് തലപ്പത്ത് മുഖ്യമന്ത്രിയാകാൻ ഒരേ ആൾക്കാരെ കഴിവുള്ളൂ. എല്ലാ രീതിയിലും ഇങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പൊ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്നതിനെക്കാട്ടി രാഷ്ട്രീയക്കാർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നത്. കാരണം നമുക്കുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. രാഷ്ട്രീയക്കാർ ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പം രാഷ്ട്രീയക്കാരെക്കാട്ട് എന്തുകൊണ്ടും ഇങ്ങനെയുള്ള കാര്യത്തിൽ രാഷ്ട്രീയ തലപ്പത്തിരിക്കാൻ യോഗ്യത നമുക്ക് തന്നെയാണ്. അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നത്, സ്വന്തം പൈസ കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ അതൊരു മനസ്സാണ്. ആ മനസ്സാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ മമ്മൂക്കയാണ് ഈ ഒരു പാർട്ടി രൂപീകരിച്ചാൽ ഏറ്റവും കൂടുതൽ അർഹതയുള്ളത്. അത് ഇതിനെക്കുറിച്ച് കാര്യപ്രാപ്തി ഉള്ളതും ഇതിനെക്കുറിച്ച് അറിവുള്ളതും കാര്യങ്ങളുള്ളതിൽ എല്ലാ രീതിയിലും എല്ലാം അറിയാതെ മമ്മൂക്കേ ഉള്ളൂ. അപ്പൊ മമ്മൂക്കയാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ അർഹതയുള്ളൂ. വേറെ ആർക്കും അതിന് അർഹതയില്ല. ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇവിടെ ഇരിക്കാനുള്ള ഒരു കഴിവുകൂടം വേണം. ആ ഒരു കഴിവുകൂടം മമ്മൂക്കയ്ക്കുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കും മമ്മൂക്കയ്ക്കാണ് അർഹത. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. തമിഴന്മാർക്ക് മാത്രമല്ല ആൾക്കാരുള്ള, നമുക്കും ഉണ്ട്, നമ്മുടെ ഇടയിലും ഉണ്ട് ഒരാള്. അതാദ്യം മനസ്സിലാക്കണം.